ഞാനിതേ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്ത് നമുക്ക് സോഫ്റ്റൻ ചെയ്തെടുക്കാം മട്ടനെ. ഗ്രൈൻഡർ ജാറിലേക്ക് സ്വല്പം തൈര് ചേർക്കാം. ഇത് 2 വലിയ കയ്യിൽ ചേർത്താൽ മതിയോ. അല്പം പുതിന, പിന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന ഓണിയനും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വറുത്ത് കോരി സവാള വെളിച്ചെണ്ണയിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകൾ പൊടിച്ച് അതിലേക്ക് ഫ്രഷ് ഓണിയൻ ചേർത്ത് നന്നായി വഴണ്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് മസാലകളും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ പീസസിലും മസാല കോട്ട് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രഷ് സവാള ഇതിൽ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ മട്ടൺ പീസസിലും മസാല കോട്ടായി കഴിയുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. തൈര് ഫ്രൈഡ് ഓണിയൻ മിക്സിലേക്ക് അല്പം ലാൽ മിർച്ച് പൗഡർ ചേർത്തിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കാം. പ്രഷർ കുക്കറിൽ വെന്ത മട്ടനെ നമ്മൾ വീണ്ടും സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ പേസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് യോജിക്കുന്നവരെ നമുക്ക് ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതൊരു കറാച്ചി മട്ടൺ ഡിഷാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പെഷവാരിയാണോ അതോ ബുണ്ടാഗോഷ്ടാണോ എന്നോ എനിക്ക് ഓർമ്മയില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാനും വിട്ടുകൊണ്ട് ഞാൻ മറന്നുപോയി. ഇതറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ നെയ്ച്ചോറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. ചപ്പാത്തി, പൊറോട്ട, റൈസ് എന്തിൻ്റെയും കൂടി നന്നായിട്ട് ഇത് ജോയിൻ ആവൂട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂ.